ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജിമോൻ വന്ന് ഷർട്ടൊക്കെ അഴിക്കുന്നു. കുഞ്ഞിച്ചിരി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒക്കെ കാണാം. കണ്ടോ, നമ്മൾ ഇവിടെ പറയുന്നത് കിളിമീൻ എന്നാണ് നമ്മൾ പറയുന്നത്, ചെറിയ കിളിമീൻ. അച്ചാച്ചനാണ് ഈ കിളിമീൻ മേടിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ തലയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. ഇല്ല, വെട്ടാൻ ഉടുപ്പൊക്കെ ഊരിയിട്. അജിമോന് 2 എണ്ണം എടുത്ത് വറക്കാൻ. അവൻ സ്വന്തമായിട്ട് വറക്കുകയൊക്കെ ചെയ്യും. ഇപ്പം എന്നോട് എന്നങ്ങ് വറക്കാൻ പറയുമോ. ഇപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാലും അന്നേരം അജിമോൻ അത് കഴിക്കണം കേട്ടോ. എപ്പോൾ കൊണ്ടുവന്നാലും ആ കൊണ്ടുവന്ന് വെച്ചാൽ ഉടനെ കഴിക്കണം. അതുണ്ടാക്കി ചൂടോട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ബീഫ് കറിയുടെ ഇച്ചിരി ഇരിപ്പുണ്ട്. കുഞ്ഞിന് ഇത് 2 എണ്ണം വറുത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പം 2 എണ്ണം വറുത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് കറി ഉണ്ടാക്കാം. നല്ല ഇത് നല്ലതാണ്. ഇത് നമ്മൾ ഇവിടെ വടക്കോട്ടൊക്കെ നമ്മൾ ഇത് എന്തുവാ പറയുന്നതെന്ന് പറയണേ, എന്തുവാ പറയുന്നതെന്നുള്ളത്. ചെമ്പല്ലിക്കോരയെന്നൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ നമ്മൾ കിളിമീനെന്നും കിളിവരണ്ടേന്നും ഒക്കെ പറയും ഇതിന്. തേങ്ങ അരച്ച് വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരച്ച് പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള കറി നല്ല രുചിയാണ്. അപ്പോൾ അതാണ്ട് ഞാനൊരു ഇച്ചിരി മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ഉള്ളി സവാളയൊക്കെ ലാസ്റ്റ് അരിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് അതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് കണ്ട് വെച്ചേക്കും. ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇനി ചേച്ചൻ രാവിലെ പല്ലുതേപ്പം കഴിഞ്ഞിട്ട് വന്ന് ഒരു ഗ്ലാസ് ചായയായിട്ട് കയറിയിരിക്കാൻ തുടങ്ങുന്നു. ഗുളികയൊക്കെ തിന്നിട്ട് പിന്നെ നമ്മൾ കണ്ട് ഇച്ചിരി കാച്ചിലും 2 ചേമ്പ്, അജു തിന്നത്തില്ല ചേമ്പ്, പിന്നെ 2 കുഞ്ഞ് ചീനിക്കിഴങ്ങുണ്ട്. അത് അജുമോന് കൊടുക്കാം. നമുക്കും വേണേൽ ഒരു കഷ്ണം തിന്നാം. എല്ലാം കൂടെ ആകുമ്പോൾ ഒരു രസമില്ലേ. അപ്പം അതിവിടെ എടുത്ത് വെച്ചേക്കുന്നു. ഒന്നൊന്ന് എല്ലാം ചിരണ്ടി ഒന്ന് പുഴുങ്ങാം. കാച്ചിൽ ഞാനെല്ലാം എടുത്ത് കഴുകി വെച്ചു. നമുക്കൊന്നൊരു പുഴുക്ക് രാവിലെ. ഞാൻ ചോദിച്ചായിരുന്നു എന്തുവാ വേണ്ടെന്നോ, ചപ്പാത്തിയാണോ പുഴുക്കാണോ, എന്ത് വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അച്ചാച്ചന് ഈ ചില സാധനങ്ങളൊക്കെ കുറവുള്ളത് കൊണ്ട് നമുക്ക് അച്ചാച്ചന് അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഇങ്ങനെ തിന്നുന്ന ഷുഗറുണ്ട്, എന്നാലും ചില ഇതിൻ്റെയൊക്കെ കുറവുകൾ, സോഡിയത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളുടെ കുറവ് വരുമ്പം ഇതുപോലത്തെ പല സാധനങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് അതൊക്കെ അങ്ങ് ശരിയായി വരും. അപ്പോൾ അതിച്ചിരി ഉണ്ടാക്കാൻ രാവിലെ എല്ലാം എടുത്ത് ഞാൻ ഇതാണ്ട് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്, കലത്തിലോട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുക്കറിനകത്തോട്ട് വെച്ച് ഒറ്റ വിസിലടിച്ചാലും നമ്മളത് തുറക്കുമ്പം അന്നേരം തന്നെ തുറക്കും. വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ തുറന്നാലും കാച്ചിലിച്ചിരി അങ്ങ് വെന്ത് പോവും. അങ്ങനെയുണ്ട്. ബാക്കി നമ്മുടെ കപ്പയോ ചേമ്പോ ഒന്നും അങ്ങനെ വെന്ത് ഇതാവത്തില്ല. കാച്ചിലിച്ചിരി അങ്ങ് വെന്ത് പോവും. അതുകൊണ്ട് ഞാൻ ഇന്ന് കലത്തിലോട്ട് അങ്ങ് വെക്കുക. കലത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് വെക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നികത്തിയൊന്നും വെള്ളം ഒഴിച്ച് വെക്കേണ്ടെന്ന് ആവശ്യമില്ല പുഴുക്കിന്. അതേസമയം കുക്കറിലാണെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ വെക്കുന്നത്. ഇതിന് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും മതി. ബാക്കി ഇങ്ങനെ തിളച്ച് വന്നോളൂ. ഈ ഭയങ്കരൻ പാവത്തിനെ പോലെ കുത്തിയിരിക്കുന്ന കണ്ടോ. ഏത് സമയമോ ഗർജിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാലയിൽ നഖം വെട്ടിപ്പിക്കുമോ. ഇവിടെ ഇരുന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. അച്ചാച്ചനിപ്പം കാലിങ്ങനെ അല്ലാതെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വെട്ടിയിട്ട് ഇവിടെ എല്ലാം തൂത്തുവാരി തുടച്ച് കളയാം. അതേ പറ്റത്തുള്ളൂ. നേരത്തെ അച്ചാച്ചൻ തന്നെത്താനെ അപ്പുറത്ത് പോയിരുന്നുകൊണ്ട് എല്ലാം വെട്ടുമായിരുന്നു. എൻ്റെ പ്രായമായവരുടെ നഖം നിങ്ങൾക്കറിയാം, ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും ഞാനത് വെട്ടിക്കളഞ്ഞു. കുറച്ച് നാളായി ഇതൊന്ന് വെട്ടണമെന്ന് പറയാം. നമ്മുടെ നഖങ്ങളൊക്കെ നമ്മൾ നല്ലതായിട്ട് വെട്ടി തീരെ കട്ടിയില്ലാതെ നമ്മൾ കട്ടിയെല്ലാം കുറച്ച് റെഡിയാക്കി വെക്കും. നമുക്ക് ഇത്രയൊന്നും കട്ടി കുറച്ചെടുക്കാനൊക്കത്തില്ലെങ്കിലും നമുക്ക് അച്ചാച്ചൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ കട്ടി കുറച്ചൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. കണ്ടോണ്ട് അച്ചാച്ചൻ്റെ കാലയിലെ നഖം ഭയങ്കര കട്ടി പിടിച്ച് ഒക്കെ ഇരിക്കുമായിരുന്നു. ഒത്തിരിയെല്ലാം ഞാനെല്ലാം എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇതെല്ലാം ഈ നഖത്തിനൊന്നും കട്ടിയില്ലായിരുന്നു കേട്ടോ. ഈ 2 എണ്ണത്തിനായിരുന്നു
ആ കട്ടിയെല്ലാം ഒരുവിധം മാറ്റിക്കളഞ്ഞ് സാധാരണ മനുഷ്യരുടെ കൂട്ടല്ല അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേന്നൊക്കെ വിളിച്ചു പറയും. ഒന്നും ഒരു കുഞ്ഞു വേദന പോലും അച്ചാച്ചന് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അച്ചാച്ചൻ നല്ല ഒന്നാന്തരം തിരുമുകാരനായിരുന്നു. അച്ചാച്ചൻ എല്ലാവരെയും വേദന എടുപ്പിക്കുന്ന ആളായിരുന്നു. അല്ലാതെ പിന്നെ മർമ്മത്തൊക്കെ അവിടെ ഇവിടെ എല്ലാം പിടിച്ച് ഞെക്കുകയോ പിടിക്കുകയോ എല്ലാം ചെയ്തിട്ട് ആൾക്കാരെ വേദന എടുപ്പിച്ച് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അച്ചാച്ചൻ. കണ്ടോ എല്ലാ നഖവും പിന്നെ വെട്ടി എല്ലാം കളഞ്ഞു. ബാക്കി ഒരു ചെറുതായിട്ട് ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. അതൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ, അതൊന്നും സമ്മതിക്കത്തില്ല. ഇത്രയും മതി, ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കണ്ടോ ഈ നഖം എല്ലാം റെഡിയായി. ഇത്രയും മതി. ഈ സ്വന്തമായിട്ട് നേരത്തെ വെട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് വെട്ടാൻ പ്രായമായി കഴിഞ്ഞാൽ സ്വന്തമായിട്ടിരുന്ന് വെട്ടാൻ പറ്റത്തില്ല. ഇപ്പം സ്വന്തമായിട്ട് വെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, വെട്ടാൻ പറ്റത്തില്ല. നേരത്തെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് ശ്വാസം മുട്ടുന്നതുകൊണ്ട് ശ്വാസം മുട്ടുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം മുറ്റത്തിറങ്ങിപ്പോയി ഇങ്ങനെ ഇരുന്നിട്ടായിരുന്നു നമ്മുടെ സൈഡിൽ അവിടെ ഇരുന്ന് കാലിങ്ങനെ നീട്ടി വെച്ച് ഇരുന്നെല്ലാം വെട്ടിയെടുത്ത് കളയുന്ന. അപ്പം വേണ്ട ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് കുളിക്കാൻ പാഞ്ഞിരിക്കുമോ, കൊതുക് കടിക്കുന്നിരുന്ന് ചൊറിയുന്നതാണ്ട്. വേദനയുണ്ടായിരുന്നോ നഖം വെട്ടിയപ്പം? ഭയങ്കര വേദനയായിരുന്നു. കാര്യം പറയാൻ അറിയത്തില്ലയോ? ഭയങ്കര വേദനയായിരുന്നു അച്ചാച്ച. ഒരു കൊതുക് കയറിയിരുന്ന് കടിക്കുന്നു. ഭയങ്കര വേദനയായിരുന്നു. അയ്യോ പൊടിക്കുഞ്ഞിൻ്റെ കൂട്ടിരുന്ന് പറയാമായിരുന്നു. എന്തോ സാധനം അമ്മ ഏതാണ്ട് അജുവിന് കൊടുത്തു വിട്ടത്. അപ്പോൾ എന്നാൽ പോയി കുളിച്ചിട്ടോ ചെല്ല് ഇനി ഇരുന്നിട്ട് കാര്യമില്ല. ഇത് കണ്ടോ ഇത്രയുണ്ട്, ഇനി തറയിലും വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എല്ലാം ഇനിയും വൃത്തിയാക്കണം. വെളിയിലെ കുളിമുറിയിൽ അച്ചാച്ചൻ കുളിക്കുന്നു. അച്ചാച്ചൻ കുളിയും കഴിഞ്ഞിട്ട് വരുന്നു. മുണ്ട് തന്നെ ഉടുത്തോണ്ട് വരുന്നു. ഇനി ഒരു മുണ്ടൊക്കെ എടുത്ത് കൊടുക്കട്ടെ. മഴ പെയ്ത് വെള്ളമൊക്കെ വീണ് കഴിയുമ്പോഴത്തേന് നമ്മുടെ അരിമുല്ല കൊച്ചുങ്ങളെല്ലാം നല്ലതായിട്ട് കണ്ടോ പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുക. നല്ല മണം. ഇങ്ങോട്ടൊന്ന് വന്നപ്പം ഏതാണ്ടൊന്ന് നടക്കുന്ന ശബ്ദം പോലെ തോന്നി. അന്നേരം ഈ പട്ടികളൊക്കെ ഇതിലേക്കൂടെ കിടന്ന് ചാടും. പട്ടിക്കുഞ്ഞുങ്ങൾ ആണോ അതോ മയിലാണോ എന്നൊന്ന് നോക്കാനായിട്ട് വന്ന. അന്നേരം ഇവിടെ നല്ലൊരു മണം. കണ്ടോ മേലെല്ലാം ഉണ്ട് നിറച്ച്. അതിങ്ങനെ കാണുന്നില്ല, എന്തോ ഒന്നുണ്ട് നിറച്ച് പൂക്കള. മഴ പെയ്ത് വെള്ളം വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുഴുക്കൊക്കെ പുഴുങ്ങി വെച്ചു. അപ്പം പുഴുക്ക പുഴുങ്ങാനായിട്ട് വെച്ചിട്ടായിരുന്നു അച്ചാച്ചൻ്റെ നഖമൊക്കെ വെട്ടാൻ പോയത്. അപ്പം അച്ചാച്ചൻ കുളിയും കഴിഞ്ഞ് ഒക്കെ വന്നിരിക്കുവാന്നല്ലോ. ഇനി നമുക്ക് അച്ചാച്ചന് പുഴുക്ക് കൊടുക്കാം, അജുമോനും കൊടുക്കാം, എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് ഇടാം. അജു പറഞ്ഞു അജുവിന് ചീനി മാത്രം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ചമ്മന്തി പിന്നെ മുളക് ചമ്മന്തിയാണ്. മുളകും അതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ഇതാക്കി വെച്ചേക്കും. എടുക്കാം, ഇച്ചിരി അച്ചാച്ചന് കൊടുക്കാം. അപ്പം അച്ചാച്ചൻ കഴിക്കാനായിട്ട് കയറുക. അച്ചാച്ചനെ കൊതുവൊക്കെ കടിക്കുന്നെന്ന് തോന്നുന്നു. അച്ചാച്ചനെ ഇനി ഇരുന്ന് കഴിക്കട്ടെ ഇരിക്കുന്നു അച്ചാച്ചനുള്ളത്. അവിടെ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ച് അവിടെ ചമ്മന്തി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് വേണ്ട, ഒരു പാത്രത്തിൽ വെക്കാമെന്ന്. അജുമോന് പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ വെക്കുക. ഇതെന്തുമായിരിക്കും കപ്പയിൽ ഇങ്ങനെയെന്ന് ചോദിക്കുക. ഈ കാച്ചിലിൻ്റെയൊക്കെ കേട്ടോ, കാച്ചിലൊക്കെ ഇങ്ങനെ തിളയ്ക്കുമ്പം വരുന്ന അതാ അങ്ങനെ ഇരിക്കുന്ന ഇതുപോലെ ഒരു പൊടി പോലെ തോന്നുന്നത്. അജുമോൻ കാച്ചിലെടുത്തൊന്ന് ചൂടുണ്ട് പൊടിച്ചൊന്ന് തിന്നേ. ഇതെല്ലാ സാധനങ്ങളുമായിട്ടാണെന്നറിയാം കിടക്കുന്ന കട്ടിലെ ഒരു തോർത്ത് മുഖവും കയ്യും തുടയ്ക്കുക എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അടുത്തങ്ങ് വെക്കും. കണ്ടോ എന്നും പറഞ്ഞ് കൊണ്ടുവെക്കും. ശബ്ദമൊന്നും വെക്കല്ലേ ഒന്നിനും. ഫോണ് പിന്നെ കാണാം, അവിടെ വെച്ച് നിർത്ത്. അത് മിതയിലോട്ട് എടുത്തൊന്ന് തിന്നേ. ആ ചമ്മന്തിയിലൊന്ന് മുക്കി ഒന്ന് പൊടിച്ചിട്ട് ചമ്മന്തിയിലോട്ട് മുക്കിയൊന്ന് തിന്നേ. എങ്ങനെയുണ്ട് ഉണ്ടാക്കല്ലേ? കൊള്ളാവോ എന്ന് പറയണം. കൊള്ളാമെങ്കിൽ ചമ്മന്തിയല്ല, ഇതാ കാച്ചിൽ ഇഷ്ടമല്ലയോ? കാച്ചിൽ കഴിക്കണം. അതിനകത്ത് എന്തെല്ലാം പോഷകങ്ങൾ. ഇതിനല്ലേ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഈ നട്ടുപിടിപ്പിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ശരീരത്തിൽ ചെല്ലേണ്ടുന്ന ഓരോന്നും അടങ്ങിയിട്ടുള്ളതാണ്. നല്ലതാണ്. അപ്പം ഞാനും അച്ചാച്ചനും കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് കഴിക്കുക. അച്ചാച്ചൻ കണ്ടിരുന്ന് കഴിക്കുന്നു. ഇതാണ്ട് ഞാനിരിക്കുന്നു. എല്ലാം എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ.
മോനെ എവിടെ പോകാൻ തുടങ്ങുമോ? ഇങ്ങോട്ട് നോക്ക്. ആ എന്തോത്തിനാ കുട്ടാ? പാവോ, ഞാനങ്ങ് വഴക്കുണ്ടാക്കാം. എൻ്റെ കുഞ്ഞാന്ന് എന്നോട് ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല. എവിടെ പോവാ മോനെ? എന്തോത്തിന് പോവാടാ? അയ്യോ എൻ്റെ മാക്സി വലിച്ചു കയറുന്നേ. ഏ ഏ എന്തിനു പോവാ? മാത്രമേ ഉള്ളൂ? മുഖത്ത് നോക്കത്തില്ല. മുഖത്ത് നോക്കാത്ത ആരാന്ന് പറയണം. ആരാ മുഖത്ത് നോക്കാത്ത? മുഖത്ത് നോക്കാത്തവർ എന്താ പേരാ പറയുന്നത്? ഒരു ഷീറ്റേ ഇന്നലെ വെട്ടിയതാ. ഇച്ചിരിയേ ഉള്ളു കേട്ടോ. ഒരു 400 ഗ്രാം കാണുമോയെന്നറിയത്തില്ല. കാണത്തില്ല, 300 ഗ്രാമൊക്കെ കാണും. ഇല്ലേ മോനെ? ഈ ഷീറ്റ് ഇച്ചിരിയേ ഉള്ളു. ഇന്ന് വെട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഈ ഒരു ഷീറ്റ് കിട്ടിയപ്പോഴത്തേന് അജു പണക്കാരനായി. അപ്പം അജു വെട്ടുന്നില്ല, ഇനിയും വെട്ടുന്നില്ലെന്ന് പറഞ്ഞു. പോവാനായിട്ട് നിൽക്കുക. ഉച്ചയാകുമ്പോഴത്തേനും വരത്തില്ലയോ? വരണം കഴിക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിണിക്കൊന്നും നടക്കാനൊന്നും ഇവിടെ ഒക്കത്തില്ല. വരുമ്പോൾ ആ സാധനങ്ങളും കൂടെ കൊണ്ടുവരും. ഇത് തിരിച്ചു വെച്ചങ്ങ് തുടച്ചാൽ മതി. എന്നാൽ അകം വെച്ച് ഇത് തുറന്നിട്ട് പിന്നെ പോകേണ്ട കാര്യമില്ല. പിന്നെ പോകേണ്ടെന്ന് ആവശ്യമില്ല. ഉടുപ്പേലും ഒക്കെ ഇട്ട് തേക്കുവാന്നോ? എന്തിനു തുടയ്ക്കുവാ ജൂത്? മുഖം ഒന്ന് കാണിക്കാവോ? കണ്ടോ, കൊച്ചിന് മുഖം കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ല. ഭയങ്കര പറയുമോ എന്നോട്, എനിക്ക് നീളം വെച്ച് അമ്മച്ചിയെ കയ്യിലുവന്ന്. അതുകൊണ്ട് ഞാനിപ്പം അമ്മച്ചി പറയുന്ന ഒന്നും അനുസരിക്കാൻ ഇനി തയ്യാറാവുന്നില്ലെന്ന്. നോക്കള്ളേ, അമ്മച്ചി പറയുന്ന കൊതിഞ്ഞണേ വിശ്വസിക്കുന്ന ആരാണ്? ഇതുവരെയായിട്ടും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോണം. അതറിയാം. അമ്മച്ചി തല്ലിക്കൊല്ലുമെന്നൊക്കെ നല്ലപോലെ അറിയാം. അറിഞ്ഞു പെരുപ്പിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അറിഞ്ഞ് പറിക്കുമെന്ന്. എന്ത് പറഞ്ഞായിരുന്നോ? അച്ചാച്ചൻ അടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അടിക്കത്തൊന്നുമില്ല. അടിക്കാനൊക്കെ ചാടി വരും. പണ്ടൊക്കെ 3-4 അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തുവാ അടിക്കാൻ വന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മാറി നിൽക്കും. എനിക്ക് ഇത്രയും വയസ്സായി എന്നറിയത്തില്ലയോ എന്നൊക്കെ പറയും. ഞാൻ പറയും 40-45 വയസ്സായ മുതുക്കി അടിക്കാൻ വരാൻ അച്ചാച്ചന് നാണമില്ലയോ? അങ്ങനെ ചോദിക്കും. അജു പിന്നെ കുറേ കാലം കഴിയുമ്പം അങ്ങനെ ഞാൻ അടിക്കാൻ വരുമ്പം അജു എന്നോട് പറയത്തില്ലേ, അമ്മച്ചിക്ക് നാണമില്ലയോ ഈ മുതുക്കനെ അടിക്കാൻ? ഇല്ല എൻ്റെ തന്നിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ കുട കൊണ്ടുപോകരുതെന്ന്. എനിക്കറിയത്തോ ഇല്ല. അതാര് തന്നതെന്നറിയാമല്ലോ. ദീപ നിന്നെ സ്നേഹത്തോടു കൂടി തന്നത്. എനിക്കറിയത്തില്ല, പോയി നോക്കിയാൽ മതി. ഗംഭീര കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുമ്പം നമുക്കങ്ങനെ കാറ്റ് കാണത്തില്ല. അല്ലാതെ നോക്കുമ്പോഴാണ് നമുക്ക് കാറ്റ് കാണുന്നത്. ഭയങ്കര കാറ്റാണ്. മഴക്കോളുമുണ്ട്. നമ്മുടെ റംബുട്ടാനൊക്കെ ഉണ്ട്.
കാറ്റടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കാറ്റ്. അപ്പം ഞങ്ങളെ ഞാൻ പുഴുക്കൊക്കെ കഴിച്ചത് കൊണ്ട് ഇച്ചിരി താമസിച്ചായാലും മതി കറിയൊക്കെ വെക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കറി വെക്കും. നല്ല സൂപ്പർ മഴയാണ്. 2 മണി കഴിഞ്ഞപ്പോൾ മുതൽ മഴ തുടങ്ങി. കണ്ടോ, ഞാൻ അന്നേരം പതുക്കെ തുണികളൊക്കെ ഒന്ന് കഴുകിയെല്ലാം ഇട്ടായിരുന്നു. മുറ്റമൊക്കെ പതുക്കെ ഒന്ന് തൂത്തൊക്കെ വാരിയിട്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി, മീൻ റെഡിയാക്കി വെച്ചേക്കുക. ഇതിൻ്റെ തലയൊക്കെ ഉണ്ട്, അത് ഞാനത് മുറിച്ച് മാറ്റും. എന്നിട്ട് നമുക്കത് വറക്കാനായിട്ട് കുറച്ച് മാംസവും പിന്നെ 2-3 മീനും കൂടെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അജുവിനും അച്ചാച്ചനും കൊടുക്കാനായിട്ട് വറക്കാനെടുക്കാൻ. അജുവിന് വറക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പകുതി ഭാഗം വെച്ചെടുത്തിട്ട് നമുക്ക് കറിക്കെടുക്കാം. ഒത്തിരി വലുതല്ല, ഇതിൻ്റെ തല പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് അതാ ഞാൻ പറഞ്ഞത്. അച്ചാച്ചന് അതുകൊണ്ട് ഇഷ്ടമല്ല ഈ സൈസ് മേടിക്കുന്നത്. അച്ചാച്ചൻ മേടിക്കത്തില്ല. ഇതിനെ ഞങ്ങൾ വഴക്കിട്ട ഈ സൈസൊക്കെ നമ്മൾ മേടിപ്പിക്കുന്നത്. നമ്മൾ പറയും കിളിമീനെന്ന് പറയും, പിന്നെ ചെമ്പല്ലിക്കോരയുടെ ചെറുത്. അപ്പം നമുക്കതൊന്ന് കറി വെച്ചെടുക്കാനായിട്ട് ഇച്ചിരി തേങ്ങ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചമുളകും ഒരു സവാളയുടെ പകുതി ഒന്ന് കീറിയിട്ടിട്ട് ഇത് ഞാൻ വഴട്ടിയൊന്നുമല്ല. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി ഇഞ്ചി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഒരു ഇഞ്ചി എടുത്തിട്ട് നമുക്കൊന്ന് പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ അതിലോട്ടിട്ട് ഒന്ന് വഴട്ടി ഒന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് അങ്ങോട്ട് വെക്കാം. ഇതിനകത്ത് ഞാൻ മാങ്ങായാണ് ഇടാൻ പോകുന്നത് കേട്ടോ. മെഴുക്ക് പുരട്ടിക്ക് കാച്ചിൽ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചേക്കുക. വെന്ത് ഞാൻ കോരി ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ അതിനി ഒന്ന് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇച്ചിരി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഇനി എടുത്ത് വെച്ചാൽ മതി. ഞാനിതിനകത്ത് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഞാൻ പറയാറുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുമെന്ന്. മഞ്ഞൾപ്പൊടി ചേർത്തു. അതിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ തലയൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റും കേട്ടോ. എടുത്ത് മാറ്റും. എന്നിട്ട് അതിനകത്ത് പച്ചമുളകും ഇഞ്ചി ഇടും. ഒരു ശകലം സവാള, 1 മുറി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടത് ചേർക്കും. എന്നിട്ട് ഉപ്പും ചേർത്ത് മാങ്ങായും ചേർത്ത് അടുപ്പയിലോട്ട് വെക്കാം. ഇതാണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി വെന്തുകൊണ്ടിരിക്കുക. അത് എല്ലാം വെന്തതായിരുന്നല്ലോ, വേവിച്ച് വെച്ചിരുന്നതാണ്. ഉപ്പും ചേർത്ത് ഇനി അതിനകത്ത് പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടി, 2 വെളുത്തുള്ളി ഞാൻ വെറുതെ ഒന്ന് ചതച്ച തിളച്ച എണ്ണയിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതാക്കിയെടുക്കും. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ ഒരു വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് വരും കാച്ചിലിന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വെറുതെ ഒന്നിട്ടെന്നേ ഉള്ളൂ. കറിവേപ്പിലയൊക്കെ ഇടാമെങ്കിൽ ഒന്നുകൂടെ നല്ല മഴയായതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയില്ല കറിവേപ്പില എടുക്കാൻ. നല്ല പൊരിഞ്ഞ മഴയെന്ന് പറയും, പൊരിഞ്ഞ വെയിലെന്ന് പറയുന്ന പോലെ പൊരിഞ്ഞ മഴ. അപ്പം അത് റെഡിയായി വരുന്നുണ്ട്. നല്ലതായിട്ടും ഇങ്ങനെ മൂത്ത് മുരിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ല രസമാണ്. ഇത് ചേനയായാലും ചേമ്പായാലും കാച്ചിലായാലും മെഴുക്ക് പുരട്ടി ഇങ്ങനെ കിടക്കുകയോ ചെയ്യുമോ. കൂടുതലങ്ങ് വെന്തങ്ങ് അളിയരുത്. പിന്നെ കുഴഞ്ഞിരിക്കും, വലിയ ടേസ്റ്റ് വരത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു ഇച്ചിരി, ഇത്രയും ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്തു. മീൻ എല്ലാത്തിൻ്റെയും 1-2-3-4 എണ്ണത്തിൻ്റെ തല അതേ തന്നെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അത് അവർ കൂട്ടണ്ട, നമുക്ക് എടുത്ത് കൂട്ടാം. അജു കൂട്ടും, പക്ഷേ അതിൻ്റെ തലയൊക്കെ അവിടെ മാറ്റി വെച്ചേക്കും. പിന്നെ ബാക്കി എടുത്ത് ഞാൻ വറക്കാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അജുവിന് ഏറ്റവും ഇഷ്ടം വറക്കുന്നതാണേ. കണ്ടേ, ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാ കേട്ടോ. ഇന്നലെ രാത്രി അന്നേരം നമ്മൾ വറുത്തല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതായത് കേട്ടോ. ഇപ്പം വറക്കുമോ ഇന്ന്. മെഴുക്ക് പുരട്ടിക്ക് കാച്ചിലാണേ.
കാച്ചിൽ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെല്ലാം റെഡിയാക്കി ഇതാണ്ട് ഇവിടെ വെച്ചേക്കുക. വെന്ത് ഞാൻ കോരി ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ അതിനി ഒന്ന് എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇച്ചിരി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഇനി എടുത്ത് വെച്ചാൽ മതി. ഇതാണ്ട് നമ്മുടെ മെഴുക്ക് വരട്ടി വെന്തുകൊണ്ടിരിക്കുക. അത് എല്ലാം വെന്തതായിരുന്നല്ലോ, വേവിച്ച് വെച്ചിരുന്നതാണ്. ഉപ്പവും ചേർത്ത് ഇനി അതിനകത്ത് പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി മുളക് പൊടി, ഒരു 2 വെളുത്തുള്ളി ഞാൻ വെറുതെ ഒന്ന് ചതച്ച തിളച്ച എണ്ണയിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതാക്കി എടുക്കും. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ ഒരു വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് വരും കാച്ചിലിന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വെറുതെ ഒന്നിട്ടെന്നേ ഉള്ളൂ. കറിവേപ്പിലയൊക്കെ ഇടാമെങ്കിൽ ഒന്നുകൂടെ നല്ല മഴയായതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയില്ല കറിവേപ്പില എടുക്കാൻ. നല്ല പൊരിഞ്ഞ മഴയെന്ന് പറയും, പൊരിഞ്ഞ വെയിലെന്ന് പറയുന്ന പോലെ പൊരിഞ്ഞ മഴ. അപ്പം അത് റെഡിയായി വരുന്നുണ്ട്. നല്ലതായിട്ടും ഇങ്ങനെ മൂത്ത് മുരിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ല രസമാണ്. ഇത് ചേനയായാലും ചേമ്പായാലും കാച്ചിലായാലും മെഴുക്ക് വരട്ടി ഇങ്ങനെ കിടക്കുകയോ ചെയ്യുമോ. കൂടുതലങ്ങ് വെന്തങ്ങ് അളിയരുത്, പിന്നെ കുഴഞ്ഞിരിക്കും, വലിയ ടേസ്റ്റ് വരത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ചേർക്കാനുള്ള തേങ്ങ അരച്ച് എടുത്തതുകൊണ്ട് വെച്ചേക്കുന്നത്. ഇത് നമുക്കിനി എടുത്ത് അതിലോട്ടൊന്ന് ഒഴിക്കാം. കണ്ടോ, ഇച്ചിരി ചുമപ്പ് കളറും കൂടെ വേണം. കൂടുതലങ്ങ് പിന്നെ ഈ തേങ്ങയുടെ കളറായി കഴിഞ്ഞാൽ എൻ്റെ കാര്യം നമുക്ക് ഇതാവത്തില്ല. എന്നാലും തേങ്ങയുടെ കളറൊക്കെ തന്നെ കൂട്ടുമായിരിക്കും. അവന് എപ്പോഴും മുളകരച്ച കറിയാണ് കൂടുതലിഷ്ടം. മുളകരച്ച കറി, തേങ്ങ അരച്ച കറിയോട് താല്പര്യമില്ല. പക്ഷേ ഈ പിന്നെ ചെമ്പല്ലിക്കോര അല്ലെങ്കിൽ കിളിമീൻ നമുക്ക് പിന്നെ തേങ്ങ അരച്ചത് ഇഷ്ടമല്ലാത്ത, മുളക് കറി വെച്ചാൽ അതിനത്ര ടേസ്റ്റ് പോരാ. ഇത് ചെറുതായതുകൊണ്ട് അതിന് നമ്മൾ ഒരു ശകലം തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പണ്ട് അങ്ങനെ വെക്കാറുണ്ടായിരുന്നു, അമ്മച്ചിയൊക്കെയുള്ള സമയത്ത് അങ്ങനെ വെക്കാറുണ്ടായിരുന്നു. പിന്നെ കൂടുതലും നമ്മുടെ വീട്ടിൽ തേങ്ങ അരച്ച കറിയായിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ മുളക് കറി ഉണ്ടാക്കുന്നത്. കാരണം അച്ചാച്ചന് തേങ്ങ അരച്ച കറിയായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് അച്ചാച്ചന് ഇഷ്ടമുള്ള രീതിയിലുള്ള കറിയാണ് അമ്മച്ചി ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോഴതൊക്കെ മാറ്റി അച്ചാച്ചനും മുളകരച്ച കറി ഒക്കെ കൂട്ടും, കുഴപ്പമൊന്നുമില്ല. അന്നും കൂട്ടും, പക്ഷെ ഇഷ്ടം തേങ്ങ കറി ആയതുകൊണ്ട്, തേങ്ങ അരച്ച കറി ആയതുകൊണ്ട്. അവർ കൊല്ലം ജില്ലയാണ്. അപ്പോൾ അവർക്ക് കൊല്ലം ജില്ലക്കാർക്കൊക്കെ കൂടുതലും തേങ്ങ അരച്ച കറിയോടാണ് ഇഷ്ടം. അങ്ങ് മലപ്പുറത്തോട്ടുമൊക്കെ അങ്ങനെ തന്നെ കൂടുതലും തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം. മഴയൊന്ന് തോന്നപ്പോൾ ഞാൻ കറിവേപ്പില എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ഒരു ശകലം സവാളയും വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കടുക് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ എല്ലാം കൂടെ. കടുവെല്ലാം പൊട്ടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ആ ഇഞ്ചിയുടെ, ആ കറിവേപ്പിലയുടെ, ആ ഉള്ളിയുടെ എല്ലാം കൂടെ ആ ഒരു കടുകും എല്ലാം കൂടെ ചേർന്ന് ആ എണ്ണമയത്തിൻ്റെ എല്ലാം കൂടെ ആ ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു രുചി, ആ ഒരു മണം ഒന്നും പറയണ്ട. അപ്പോൾ അതുകൊണ്ട് മീൻ ഒരെണ്ണം എടുത്ത് ഞാൻ അങ്ങോട്ട് ഇട്ടു. അടുത്ത മീനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റായി മീൻ. അച്ചാച്ചൻ പണ്ട് മേടിക്കാൻ സമ്മതിക്കത്തില്ല. വലിയതാണെങ്കിൽ അച്ചാച്ചൻ മേടിക്കും. അങ്ങനെ ചെറിയ സൈസൊക്കെയാണ് അച്ചാച്ചൻ മേടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അച്ചാച്ചന് മേടിച്ചുകൊണ്ട് വരുന്നത്. അച്ചാച്ചൻ മേടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നു. ഞാൻ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു 3-4 മീൻ്റെ ഇച്ചിരി മാംസവും കൂടെ ഞാൻ മാറ്റി ഇങ്ങനെ മുറിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. തലയുടെ ഇച്ചിരി ഭാഗം വെച്ചേക്കുവന്നേ, ഇങ്ങനെ മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ മീനൊക്കെ കഴിക്കട്ടെ, നമുക്കത് കഴിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. വെട്ടം കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും കണ്ടോ,
എല്ലാം റെഡിയായിരിക്കുന്നു. ഒന്ന് ചരിച്ച് വെച്ച് കാണിക്കുവാന്നേ. അതാണ്ട് എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് അജുവിന് ഇഷ്ടപ്പെടും. നമ്മൾ പിന്നെ നമ്മുടെ സവാള വട്ടത്തിലിങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. കരണ്ട് പോയി. നമ്മൾ സവാളയും ഒരു തക്കാളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണേ ചെറുതായിട്ട് ഉപ്പ് നീര് ഒന്ന് അതിലൊന്ന് ചേർത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കും അതിന് ഒത്തിരി കൂടെ ടേസ്റ്റ്. ഉപ്പ് നീരോ ഉപ്പ് പൊടിയോ എന്തോന്ന് വെച്ചാൽ നമ്മളതിലൊന്ന് ചേർത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നമ്മളൊന്ന് തീ കുറച്ച് അടച്ച് വെക്കണം. അവിടെ ഇരുന്നത് വാടി ഇങ്ങനെ വന്നു കഴിയുമ്പം ആ മീൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ അങ്ങ് സെറ്റാവും. നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. അജുമോന് അത് അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പം മല്ലിയില ചേർക്കും, ചിലപ്പം പുതിനയില ചേർക്കും, ചിലപ്പോൾ അതിലൊരു പിന്നെ പച്ചമുളക് ഇങ്ങനെ കീറി ഇട്ടിട്ടും കൂടെ അടച്ചു വെക്കും. അപ്പോൾ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ചേർക്കും, പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ആ മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് സെറ്റായി കിടക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു മിനിറ്റൊക്കെ അങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു മാങ്ങാ കഷ്ണം വെച്ചിട്ടുണ്ട്. മീനൊന്നും കാണുന്നില്ലായിരിക്കും ഇല്ലയോ? 2 മീൻ കഷ്ണം ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു വറുത്ത മീനും വെച്ചു. ഇത് നമ്മുടെ ചേമ്പ് മെഴുക്ക് വരട്ടി. ഇത്രയും ചേർത്ത് അച്ചാച്ചന് ചോറ് കൊടുക്കുക. നിർബന്ധമായി പിടിച്ചെണീപ്പിച്ച് കൊണ്ടുവന്നേക്കുമോ അതാണ്ടിരിക്കുന്നു. ഇപ്പം വേണ്ടാന്നൊക്കെ പറഞ്ഞതാ. തിന്നോ ചാച്ചൻ. അങ്ങനെ അതിലിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്തുവാ എനിക്ക് വേണോ, ഞാൻ തിന്നണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമോ. മീൻകറിയാണെന്നൊന്നും അറിയത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം തിന്നുമായിരിക്കും. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റൊക്കെ തീർച്ചയായും അയക്കണം. എല്ലാവരും താങ്ക് യു.